ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഗോൾഡൻ ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആൻഡ് ഈസി യോക്ക് ഡിസൈനിങ് വീഡിയോ ആണ്. വളരെ എളുപ്പത്തിൽ തന്നെ ബിഗിനേഴ്സിനും ഈ ഡിസൈൻ ട്രൈ ചെയ്യാം. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന കുർത്തിയുടെ പാറ്റേൺ. 2 പീസായിട്ടാണ് കുർത്തി വരുന്നത്. യോക്കിൻ്റെ പോർഷനും താഴേക്ക് നല്ല ഫ്ലെയർ വരുന്ന പോലെയാണ് കുർത്തി വരുന്നത്. അനാർക്കലി കുർത്തി ഇല്ല അതുപോലെയാണ്. പിന്നെ വർക്ക് വരിക സെൻറ്റർ പോർഷനിൽ മാത്രമായിരിക്കും വർക്ക് വരുന്നത്. അതും ബീഡ് വർക്ക് മാത്രമാണ് കേട്ടോ ഇവിടെ ചെയ്യുന്നത്. അത് വരയ്ക്കുന്നതും കൂടി ഞാൻ കാണിക്കാം. ആദ്യം നമുക്ക് വേണ്ട നെക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ 6 ഇഞ്ചിലാണ് കേട്ടോ നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ ഇതേപോലെ ലൈൻസ് ഒന്ന് വരയ്ക്കാം. തിന്നായിട്ട് ലൈൻ വരച്ചാൽ മതി കേട്ടോ. നല്ല കടുപ്പിച്ചൊന്നും വരയ്ക്കേണ്ട, കാരണം നമ്മൾ ഡിസൈൻ വരയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ഇത് എല്ലാം കൂടെ മിക്സ് ആയിപ്പോൾ. പിന്നെ ഈ ഒരു ലൈൻസ് എന്ന് പറയുന്നത് ഒരു സ്കെയിലിൻ്റെ ഡിസ്റ്റൻസിലാണ് ഞാൻ വരയ്ക്കുന്നത്. ആദ്യം നമുക്കിവിടെ ഒരു ഫ്ലവർ വരച്ചു കൊടുക്കാം. ചെറിയൊരു റൗണ്ട് വരച്ചിട്ട് ഇതുപോലെ ലൈൻസ് ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ഫ്ലവർ ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് ഇതുപോലെ ചെരിച്ചൊന്ന് ലൈൻസ് വരച്ചു കൊടുക്കാം. ഇതതിൻ്റെ ലീഫാണ് കേട്ടോ. അങ്ങനെ ഒരു 3 ലീഫ് വരും. പിന്നെ അതിൻ്റെ സെൻറ്ററിൽ ഒരു വരയും കൂടെ വരയ്ക്കുക. അപ്പോൾ ഇത്രയാണ് ലീഫ് വരുന്നത്. ഇനി അതിൻ്റെ മുകളിൽ നമുക്കൊരു കുഞ്ഞു റൗണ്ട് വരച്ചു കൊടുക്കാം. അപ്പോൾ 2 ടൈപ്പ് ഫ്ലവറാണ് കേട്ടോ വരുന്നത്. ഒന്നൊരു വലിയ ഫ്ലവർ ആയിരുന്നു, പിന്നെ ഇപ്പോൾ ഒരു കുഞ്ഞു ഫ്ലവറും കൂടെ വന്നു. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇതുപോലെ തന്നെ ലീഫ് വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയുമാണ് ശരിക്കും ഒരു ഡിസൈൻ വരുന്നത്. ഇനി ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ മുകളിലോട്ട് വരച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മൾ വീണ്ടും വരയ്ക്കുന്നത് ആ വലിയ ഫ്ലവറാണ്, വീണ്ടും ലീഫ്, അങ്ങനെ നമ്മൾ ആ ഓരോ ലൈൻസും ഇതേപോലെ തന്നെ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഒരു ലൈനാണ് ഇപ്പോൾ വരച്ചു കാണിക്കുന്നത്. ഇതേപോലെ നമ്മൾ ഒരു 4 ലൈൻ അല്ല 5 ലൈൻ വരച്ച് കഴിയുമ്പം ആ ഒരു യോക്കിൻ്റെ പോർഷനിലുള്ള വർക്ക് ആകും. ആദ്യം നമ്മൾ ഈ ഫ്ലവറാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ നമുക്ക് ഒരു ഷുഗർ ബീഡ്സ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ഷുഗർ ബീഡ്സ് മാത്രമാണ് നമ്മളിതിന് എടുത്തേക്കുന്നതെന്ന്. അപ്പം നടുക്ക് നമ്മളൊരു ഷുഗർ ബീഡ് വെച്ച് ഇനി ഈ ലൈൻസ് വരച്ചിട്ടില്ലേ അവിടെയും നമുക്ക് ഷുഗർ ബീഡ്സ് ആണ് കേട്ടോ വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഇപ്പം ഞാനിതൊന്നും കൂടി ഒന്ന് ഫിക്സ് ചെയ്യുകയാണ്. ഇപ്പോൾ 2 തവണ ഇപ്പം നടുക്കുള്ള ആ ബീഡ് നമ്മൾ ഉറപ്പിച്ചു. ഇനി ഇവിടുന്ന് നീഡിലെടുക്കുക, എന്നിട്ട് ഒരു 3 ഷുഗർ ബീഡ് എടുത്തിട്ട് ആ ലൈനിലേക്ക് ഒന്ന് ചെരിച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഫ്ലവർ ചെയ്യുന്നത് ഇങ്ങനെ ജസ്റ്റ് ചെരിച്ച് ഷുഗർ ബീഡ്സ് വെച്ച് കൊടുത്താൽ മതി. ഇനി ലീഫാണ് ചെയ്യുന്നത്. അപ്പോൾ നീഡിൽ ഇതുപോലെ എടുക്കുക, എന്നിട്ട് ഒരു 4 ഷുഗർ ബീഡ്സ് നീഡിലേക്ക് എടുത്തിട്ട് താഴേക്കൊന്ന് ഇതേപോലെ ചെരിച്ച് വെക്കുകയാണ്. അങ്ങനെ നമ്മൾ ലീഫ് ചെയ്യുന്നത് ഈ ചെരിച്ച് വെച്ച് കഴിഞ്ഞാൽ അതൊരു ലീഫിൻ്റെ ഷേപ്പിലേക്ക് വന്നോളും. ലീഫിൻ്റെ ടിപ്പ് വരുമ്പോൾ ഇതുപോലെ നീഡിലെടുത്തിട്ട് ഒരു 3 ഷുഗർ ബീഡ്സാണ് നമ്മൾ നീഡിലേക്ക് എടുക്കുന്നത്. എന്നിട്ട് അത് നമുക്ക് ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് നേരെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ചെറിയൊരു ഫ്ലവറാണ് ചെയ്യുന്നത്. അതും സെൻറ്ററിൽ നമുക്കൊരു ഷുഗർ ബീഡാണ് വെക്കേണ്ടത്. ഇനി നീഡിൽ ബീഡിൻ്റെ തൊട്ടടുത്ത് നിന്ന് എടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്കൊരു 6 ഷുഗർ ബീഡ്സ് അല്ലെങ്കിൽ 7 ഷുഗർ ബീഡ്സ് എടുക്കാം നീഡിലേക്ക്. എന്നിട്ട് നമുക്കതൊന്ന് വളച്ചും കൂടെ കൊടുക്കാം. വളച്ച് കൊടുത്തു കഴിയുമ്പം ഇത് കണ്ടോ, ലാസ്റ്റ് ബീഡിൻ്റെ ഉള്ളിലൂടെ നീഡിലിങ്ങനെ കടത്തിയാൽ മതി. അപ്പോൾ അത് വളഞ്ഞ് ആ ഒരു ബീഡിന് ചുറ്റുമായിട്ട് വന്നോളും.
ഇനി അതൊന്ന് ഫിക്സ് ചെയ്യാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ലോക്ക് സ്റ്റിച്ച് ചെയ്തൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തതും നമ്മൾ ലീഫ് തന്നെയാണ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ എങ്ങനെ ലീഫ് ചെയ്ത് 4 ബീഡ് വെച്ചിട്ട് ചെയ്തില്ലേ, അതേപോലെ തന്നെ ഇവിടെയും ബീഡ് വെച്ചിട്ട് ചെരിച്ച് വെച്ച് ലീഫ് ചെയ്ത് കൊടുക്കാം. ഇനി വരുന്ന ഈ വലിയ ഫ്ലവർ നമ്മൾ ആദ്യം എങ്ങനെയാണ് ചെയ്തത് അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുവാണ്. നമ്മൾ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെയാണ് വരുന്നത്. ഇപ്പോൾ യോക്കിൻ്റെ പോർഷനിലും സ്ലീവിലും കുറച്ച് വർക്ക് വരുന്നുണ്ട്. യോക്കിൻ്റെ പോർഷനിൽ ചെയ്ത അതേ വർക്കാണ് നമ്മൾ സ്ലീവിൻ്റെ ബോർഡറിൽ കൊടുക്കുന്നത്. പിന്നെ സ്ലീവിൽ ബാക്കിയുള്ള ഭാഗത്ത് സ്കാറ്റർ ചെയ്ത് നമ്മൾ റൗണ്ടായിട്ടും ബീഡ് വെച്ച് കൊടുത്തേക്കുവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തന്നെ വിചാരിക്കുന്നു. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ബൈ ബൈ ഫ്രം JC's ക്രിയേറ്റീവ് ഡിസൈൻസ്. താങ്ക്